പാപങ്ങളുടെ മറ്റൊരു അനന്തരഫലത്തെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ്. അറക്കുന്നാസി ഖുലൂബൻ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മാർദ്ദവമുള്ള മനസ്സ്, ഏറ്റവും ലോലമായ മനസ്സുണ്ടാവുക അഖല്ലുഹും ദുനൂബൻ, പാപങ്ങൾ കുറവുള്ള ആളുകൾക്കായിരിക്കും. അപ്പൊ നമുക്കറിയാം, നിരവധി ആയത്തുകൾ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളതാണ്. ഖുർആൻ ഓതുമ്പോഴും ഖുർആൻ കേൾക്കുമ്പോഴൊക്കെ കരയുന്ന ആളുകളെ കുറിച്ച്. ഖുർആൻ കേൾക്കുമ്പോൾ കരയുക എന്നുള്ളത് അത് സ്വാലിഹീങ്ങളായ ആളുകളുടെ ഒരു സിഫത്തായി നിരവധി ആയത്തുകൾ അല്ലാഹു തആല എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, സഹാബത്തിന്റെ നിരവധി സംഭവങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുമ്പോൾ അവർ കരയുമായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ ചിലപ്പോൾ വിചാരിക്കും നമുക്കുള്ളതുപോലെയുള്ള വിഷമങ്ങൾ, തിരക്കുകൾ, മനസ്സിനെ ബിസിയാക്കുന്ന തരത്തിലുള്ള ആലോചനകൾ, ഇതൊന്നും അവർക്ക് ഇല്ലാഞ്ഞിട്ടാണ്. അവരും പലതരത്തിലുള്ള പ്രതിസന്ധികൾ അനുഭവിച്ചിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ നിരവധി പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ദാരിദ്ര്യം ഉണ്ടായിട്ടുണ്ട്. മദീനയിൽ വലിയ ദാരിദ്ര്യമുള്ള ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് മക്കളെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പല പ്രയാസങ്ങളും അവർ അനുഭവിച്ചിട്ടുണ്ട്. അവരുടെ ഉള്ളിലുള്ള മുനാഫിക്കുകളെ കുറിച്ചുള്ള ശല്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും അവര് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിരുന്നത്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചാൽ അവർ കരയും. അതുപോലെ ഖുർആൻ കേട്ടാൽ അവർ കരയും. അഖല്ലുഹും ദുനൂബൻ, ഇങ്ങനെ മനസ്സ് വളരെ നേർത്തതായിരിക്കുക എന്നുള്ളത്, റിഖത്തുണ്ടാവുക എന്നുള്ളത് ആർക്കാണ് ഉണ്ടാവുക? പാപങ്ങൾ കുറവുള്ളവർക്കായിരിക്കും. നമ്മൾ നമ്മുടെ നാവ് കൊണ്ടും അവയവങ്ങൾ കൊണ്ടും ഖൽബ് കൊണ്ടും നിരന്തരം തെറ്റുകൾ ചെയ്തുകൊണ്ടിരുന്നാൽ, ഹറാമുകൾ ചെയ്തുകൊണ്ടിരുന്നാൽ മനസ്സ് കടുത്തുപോകും. അപ്പൊ പാപങ്ങളുടെ ഒരു അനന്തരഫലമാണ്, ഒരു അപകടമാണ് മനസ്സ് കടുത്തുപോവുക, ഖസ്വത്തുണ്ടാവുക എന്നുള്ളത്. അൻ ബിശ്ർ ബിൻ അൽ ഹാരിസ് റഹിമഹുല്ലാഹ് ഖാല ലാ തജിദു ഹലാവത്തുൽ ഇബാദ, ഇതിന്റെ നേരെ മറുവശം, ഒരു മനുഷ്യൻ ഇബാദത്തിന്റെ ഹലാവത്ത് അനുഭവിക്കുകയില്ല. ഹത്താ തജ്അല ബൈനക വബൈന ശഹവാതി സദ്ദൻ, നിന്റെയും നിന്റെ ശഹവത്തുകളുടെയും ഇടയിൽ നീ ഒരു മതിൽക്കെട്ടുണ്ടാക്കുന്നത് വരെ. ശഹവത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ. അപ്പൊ ശരീരത്തിന്റെ ഹറാമായ ആഗ്രഹങ്ങൾ അത് പൂർണ്ണമായും തടയുന്നത് വരെ, ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുക. എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഉടനെ തൗബ ചെയ്യുക. അങ്ങനെ ഒരാളായിട്ടില്ലെങ്കിൽ ലാ തജിദു ഹലാവത്തുൽ ഈമാൻ, ഈമാനിന്റെ മധുരം നിനക്ക് അനുഭവിക്കാൻ സാധിക്കുകയില്ല. ഇബാദത്തിന്റെ ലാ തജിദു ഹലാവത്തുൽ ഇബാദ, ഇബാദത്തിന്റെ മധുരം അനുഭവിക്കാൻ സാധിക്കുകയില്ല. ഇതും നമുക്ക് അനുഭവമുള്ള കാര്യമാണ്, അനുഭവപ്പെടും. ഇപ്പൊ നമസ്കരിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധയില്ല, മനസ്സ് തട്ടുന്നില്ല. ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധയില്ല, ദിക്ർ ചൊല്ലുമ്പോൾ മനസാന്നിധ്യമില്ല, അർത്ഥം അറിയുന്നില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ കൂടുന്നതിനനുസരിച്ച് ഈ അശ്രദ്ധ കൂടും. തെറ്റുകൾ കുറയുന്നതിനനുസരിച്ച് ശ്രദ്ധയുണ്ടാകും, ഇബാദത്തുകളിൽ ആസ്വാദനം ഉണ്ടാകും. അനിൽ ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് ഖാല ഇദാ ലം തഖ്ദിർ അലാ ഖിയാമിൽ ലൈലി വസിയാമിൻ നഹാർ, നിനക്ക് ഖിയാമുൽ ലൈൽ നമസ്കരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, വസിയാമിൻ നഹാർ നോമ്പ് നോൽക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, അല്ലേ, നമുക്ക് ചിലപ്പോൾ കുറേ ദിവസം സാധിക്കാതെ പോകും. ചിലപ്പോൾ മാസങ്ങളായിട്ടൊരു സുന്നത്ത് നോമ്പ് നോറ്റിട്ടുണ്ടാവില്ല, ഖിയാമുൽ ലൈൽ നമസ്കരിച്ചിട്ടുണ്ടാവുകയില്ല, ഒരു തടസ്സവും ഉണ്ടാവുകയില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് നമുക്ക് അനുഭവമുണ്ട്. ഇപ്പൊ ജോലികൾ കുറവാണ്, മറ്റ് തിരക്കുകൾ പകലൊന്നുമില്ല. പക്ഷെ എന്തുകൊണ്ട് ഖിയാമുൽ ലൈൽ നമസ്കരിക്കാൻ സാധിക്കുന്നില്ല? ചിലപ്പോൾ നമ്മൾ ഇതിനേക്കാൾ തിരക്ക് പിടിച്ച് ജീവിച്ച സമയത്ത് ഇതിനേക്കാൾ നന്നായിട്ട് ഇബാദത്തുകൾ ചെയ്തിട്ടുണ്ടാവും. എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക. അദ്ദേഹം പറയുകയാണ്, ഫഅലം, നീ അറിയുക, അന്നക മഹ്റൂം, നീ നഷ്ടക്കാരനാണ്, നിനക്ക് ഖൈർ തടയപ്പെട്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? കബ്ബലത്ക ഖതീഅതുക്, നിന്റെ പാപങ്ങൾ നിനക്ക് വിലങ്ങു വെച്ചിരിക്കുകയാണ്. ഇപ്പൊ പാപങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ വളരെ ലാഹിറായ പാപങ്ങളൊന്നും നമ്മൾ കാണില്ല. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മുഹഖറാത്ത്, നിസ്സാരമായിട്ടുള്ള പാപങ്ങൾ ഉണ്ടാകും. ആളുകൾ നിസ്സാരമായി കാണുന്ന പാപങ്ങൾ അത് നമ്മൾ ചെയ്യുന്നുണ്ടാകും. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇങ്ങനെയുള്ള ഇബാദത്തുകൾ നമുക്ക് തടയപ്പെടുന്നത്. അത് നമ്മൾ ഓരോരുത്തരും സ്വയം പരിശോധിക്കേണ്ടതാണ്. നമുക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? എന്തെങ്കിലും തെറ്റുകൾ നമ്മൾ നിരന്തരം ചെയ്യുന്നുണ്ടോ? പ്രത്യേകിച്ച് അത് നമ്മൾ നിസ്സാരമായി കണ്ടുകൊണ്ട് ചെയ്യുന്നുണ്ടോ? അതിനനുസരിച്ച് അതിന്റെ ഗൗരവം കൂടും. അങ്ങനെയുള്ള തെറ്റുകളുണ്ടെങ്കിൽ അത് നമ്മൾ തിരുത്തുക. അത് തിരുത്തിയാൽ ഇൻഷാ അല്ലാഹ് ഈ അവസ്ഥ നമുക്കുണ്ടാകും. ഇബാദത്തുകളുടെ മധുരം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും.